ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വ്ളോഗുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വയനാട് പോവാണ്. ഇന്നൊരു ക്യാമ്പുണ്ട്, ഹൈക്കൻസിൻ്റെ ക്യാമ്പുണ്ട്. അപ്പോൾ ക്യാമ്പിന് പോവാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഞാനുണ്ട്, അർഷിയുണ്ട്, അച്ചുണ്ട്. ഇനി ഹനാനും ടീമും വേറൊരു വണ്ടിയിൽ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു കുറേ ബാക്കിലാട്ടോ, ഞങ്ങൾ നേരത്തെ എത്തി. അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ഉണ്ട്. എന്താ വെച്ചു പ്ലാന്? ഒരു സമയം പറഞ്ഞ സമയത്ത് നമ്മൾ എത്തും. അതാണ് നമ്മളെ പ്രത്യേകത. അപ്പൊ എന്താണ് ഓല് പറഞ്ഞ് ഞങ്ങള് വരാതെ നിങ്ങൾക്ക് കേരള റിസോർട്ട് കേരള അപ്പൊ ഇനി പോലെ വെയിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ. അപ്പം ആ കിട്ടിയ സമയം കൊണ്ട് നമ്മളെ ഫുഡ് എന്ത് ചെയ്തു, ഒരു പ്ലാനോട് കൊണ്ടുവന്ന്. എന്താ പ്ലാൻ വെച്ചോ? ഇവിടെ ഒരു ജലജ ബേക്കറി ആണ്, ഒരു ബേക്കറി ഉണ്ട്. അവിടുത്തെ ക്രീം ബണ്ണ് അടിപൊളിയാണ്. അടിപൊളിയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അർസിന്റെ നിർദ്ദേശപ്രകാരം ഓല് വരുവോളം ഞങ്ങൾ കുറച്ച് സമയം പോസ്റ്റ് അയക്കണല്ലോ. വേറെന്തല്ല വെച്ചാല് അവിടെ 1 മണിക്ക് അത് എവിടെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞോ? എല്ലാരും പറയണേക്ക അവിടെ ഭയങ്കര തിരക്കാണ് അങ്ങനെയൊക്കെ പറയണേക്കാം. ആയിക്കോട്ടെ, നമുക്ക് പോയോക്കാം. അപ്പൊ അതിന് മുമ്പ് ഒന്ന് വിളിച്ചോക്കാം. ആന്നാ കോളേ വിളിച്ചോക്കിട്ട് പോയോ. അപ്പൊ ഞങ്ങള് കോൾ ചെയ്യണം കേട്ടോ. ജലജ ബേക്കറിക്ക് കോൾ ചെയ്യണം. നമ്പർ ഉണ്ടോ? എന്റെ മോനെ, അതൊക്കെ ഇവിടെ സെറ്റ് ആക്കിയാ പോതില്ലേ. റിസ്ക് എടുത്ത് ഡ്രൈവിംഗിന്റെ അടിയില് ജലജ ബേക്കറിന്റെ നമ്പർ ഗൂഗിളിൽ നിർത്തിയിട്ട് അല്ല അതിനെ പറഞ്ഞത്. അല്ല അതിനൊക്കെ സമയം കാണണല്ലോ. അപ്പൊ അത് ജലജ ബേക്കറി അങ്ങോട്ട് കിട്ടി. എവിടെയാണ്? കൽപ്പറ്റയോ സുൽത്താൻ ബത്തേരിയോ? കൽപ്പറ്റ. അപ്പൊ നമ്മള് പോണ വയ്ക്കാനാണ്. വിളിക്ക് ഇമ്മേ, കൽപ്പറ്റക്ക് അങ്ങോട്ട് എത്തണം. ടൈമുണ്ടോ? കൽപ്പറ്റക്ക് നമ്മൾ എത്തുമ്പോ ലാഗ് ആവോ? ഒന്ന് കോളേ സാധനം ഉണ്ടോ ചോദിച്ചു. അങ്ങനെ ജലജ ബേക്കറി കിട്ടിയില്ല. ഒടുവിൽ നമ്മൾ നുറുക്കും ഷവയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. സങ്കടം വരുമ്പോ തിന്ന് തീർക്കും. അതാണ് നമ്മളത്. നമ്മളെ ബോസുമാരെത്തിക്കണേ. എടാ വേഗം വാട, എത്ര നേരെ കാത്തിക്കണേ. ബേക്കറി ബട്ടർ ബണ്ണ് നോക്കിയാണെന്നാ കിട്ടിയില്ല. പറയണോ സാധനം പറയണോ? ഞാനാരാ പൊട്ടനാ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഈവനിങ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ക്യാമ്പ് സൈറ്റിലെത്തും. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാമ്പിൽ നടക്കുന്ന എല്ലാ പരിപാടിൻ്റെയും കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സ് എന്ത് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കാണാം. ബൈ. എന്താണ് ആ കാതൽ മഴയായി തനുവിൽ ചേരും. ആരാണ് നീ, ആരാണ് എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ होके भी कुछ लागे तू मेरा कोई ना, होके भी कुछ लागे किया रे जो भी तूने कैसे किया रे, जिया को मेरी बांध ऐसे लिया रे, समझ के बिना समझ में सकूं सवेरों का मेरे तू सूरज लागे, तू मेरा कोई ना, होके भी कुछ लागे तू मेरा कोई ना, होके भी कुछ लागे. अपना बना ले पिया, अपना बना ले पिया,
अपना बना ले तुझे अपना बना ले पिया अपना बना ले पिया अपना बना ले पिया अपना बना ले तुझे अपना बना ले पिया छूने से तेरे हाँ तेरे खीर तुमको पंग लगे तेरी निशान में तुम चलने से मेरे पैरों को पंग लगे रहा ना मेरे काम का जग सारा मैं बस तेरे नाम पे ही गुजारा उलझ के यूं ना समझ में सकूं जुबानी तेरी झूठी भी सच लागे तू मेरा कोई ना होके भी कुछ लागे तू मेरा कोई ना होके भी कुछ लागे अपना बना ले पिया अपना बना ले पिया अपना बना ले तुझे अपना बना ले पिया तेरे लिए ही जिया है खुद को यूं दे दिया है तेरी वफा ने मुझको संभाला सारे गमों को दिल से निकाला तेरे साथ मेरा है नसीब जुड़ा हर सांस पे नाम तेरा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो चैन भी मेरा दर्द भी मेरी आशिकी अब तुम ही हो क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो चैन भी मेरा दर्द भी मेरी आशिकी अब तुम ही हो സഫാന ഏതാ പാട്ട് അടുത്തതായി കുലന്തര സോങ് ആണ് പാടാൻ പോകുന്നത് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ നമ്മുടെ അനാൻസ് ചങ്കിനും വേണ്ടിട്ടാണ് അന്യ നിലയിലെത്തിക്കാൻ നല്ല സപ്പോർട്ട് ചെയ്ത് ഒരേ അനാൻസിയാണ് നേരത്തെ പറഞ്ഞില്ല ഇവരിപ്പം അതുകൊണ്ട് ഒന്നുകൂടി നേരത്തെ പറഞ്ഞ കാര്യം പറയുന്നത് എനിക്ക് ഇതേപോലത്തെ വേദി സ്വപ്നത്തിൽ പോലും കിട്ടുന്ന വിചാരിച്ചില്ല എനിക്ക് വേദി ഇങ്ങനെ കിട്ടുന്നതിന് ഇങ്ങനെ അങ്ങനെ അറിയോ ഞാൻ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷയല്ല പ്രതീക്ഷ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ലൈവ് ഇട്ടോണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ കോൾ ഇങ്ങനെ അനാൻസ്മെന്റിൽ പെട്ടെന്ന് വന്നു നബീലിന്റെ ഫസ്റ്റ് നബീലിന്റെ വന്നു നബീൽ ബ്രോ ഇതിന്റെ വൈ ഇങ്ങനെ കാട്ടിയ എന്റെ ഇങ്ങനെ ജീവിതം മാറ്റി നബീൽ ബ്രോ എനിക്ക് ഗ്രൂപ്പ് അനാൻഷാൻ ലൈവിൽ എനിക്ക് അല്ല നമ്മളെ വീഡിയോ കോൾ ഒന്ന് ഏടാക്കിട്ട് ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു അനാൻഷി പറഞ്ഞ ഗസ്റ്റ് ഇങ്ങനെ വരണോ അങ്ങനെയല്ലോ പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച വെറുതെ ഇങ്ങനെ പക്ഷി വീട്ടിലും പറഞ്ഞു ഓറിൽ ഇങ്ങനെ കളിയാക്കുന്നതിന് അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ലൈവിലല്ല ഓരോ യൂട്യൂബിലും കാണുന്നില്ല ഇങ്ങനെ അപ്പുറം ഇപ്പുറം കളിയാക്കിയിട്ട് അതേപോലെ കളിയാക്കുന്നതിന് പിന്നെ അതേപോലെ കളിയാക്കി പക്ഷെ അതിന് ശേഷം എനിക്ക് മനസ്സിലായ പോസ്റ്റർ ഇങ്ങനെ അതിന് ശേഷം വന്നപ്പോ ഞാൻ കൺഫേം ആക്കി ആയാലും എനിക്ക് വിശ്വാസം വന്നിട്ടില്ല ബ്രോ മ്യൂസിക് വന്നാല് കോപ്പിറൈറ്റ് കിട്ടോ അങ്ങനെ കോപ്പറേറ്റ് ഇട്ട് അടിച്ചു വേണമെങ്കിൽ പവർ കുലന്തരല്ലേ അല്ലേ ആ ഓളി അതാണ്
വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് കുച്ചിക്കിറുക്കിൽ നീ ഉയരത്തി പറക്കി ചെറിപ്പൂത്താലു താമര കണക്കി ചോറ് പോലെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് അതിനെ കഥയൊന്നും അറിയാത്ത കൂട്ടം ഉരങ്ങിക്കരങ്ങളിലോ പൂന്തോട്ടം വയറും നിറക്കാനല്ലേ നെട്ടോട്ടം വലയിലോ തിങ്ങാത്ത പരലിൻ കൂട്ടം ഉരുവിക്കൂട്ടം പോലെ കുട്ടിയെല്ലാം മുക്കത്തുട്ടി കുതിരെ പോലെ പന്നി വേണ്ടതെല്ലാം പുള്ളിക്കെട്ടി കയറുവിട്ട കാല ജീവിതം ചൊല്ലിക്കെട്ടി കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇരട്ടി കുതന്ത്രമന്ത്രം ഒന്നും അറിയില്ലടാ കുടിച്ച കള്ളുകള്ളം ഒന്നും പറയില്ലടാ കുതന്ത്രമന്ത്രം ഒന്നും അറിയില്ലടാ കുടിച്ച കള്ളുകള്ളം ഒന്നും പറയില്ലടാ കുതന്ത്രമന്ത്രം ഒന്നും പറയില്ലടാ കുടിച്ച കള്ളികള്ളം ഒന്നും പറയില്ലടാ കുതന്ത്രമന്ത്രം ഒന്നും പറയില്ലടാ കുടിച്ച കള്ളികള്ളം ഒന്നും പറയില്ലടാ. ഓക്കെ, അടിപൊളിയാണ്, സൂപ്പറാണ് തന്നെ. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഒരു ക്യാമ്പിന് വന്ന് ഇപ്പൊ ഒരൊറ്റ ദിവസമാണ് നമ്മൾ വന്നേ, പക്ഷെ ഇവിടുന്ന് പോകുമ്പോ ഒരു കൊല്ലം മുന്നേ പരിചയമുള്ള മാതിരില്ല നമ്മൾ പോവാ. ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയല്ലേ, അങ്ങനെ തന്നെയാണ്. ചില ആൾക്കാർ നല്ല മിങ്കിളായിരിക്കും എല്ലാവരായിട്ടും, കുറെ കാലത്തിന് ഈ ബന്ധങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാല് എല്ലാ ജില്ലയിൽ പോയാലും ആൾക്കാരുണ്ടാവും നമുക്ക്. സത്യം പറയാം, ഇന്റെ കാര്യം പറയാനല്ലോ, ഞാൻ എല്ലാ ജില്ല പോയാലും പൈസ കൊടുത്ത് ഫുഡ് അടിക്കല്ല, അവിടെ എത്തുന്നതിന് മുന്നേ വിളിച്ചു പറയല. പക്ഷെ എന്താ, അവര് ഒരിക്കലും നോ എന്ന് പറയില്ല. ആ ഒരു കാരണം എന്ന് പറഞ്ഞാല് അല്ല, നല്ല കൂട്ടുകാരെന്നല്ല എല്ലാരും പറയില്ല. എന്താ, അല്ല നമ്മളന്ന് പരിചയപ്പെട്ട ഫ്രണ്ടാണല്ലോ, എന്നും വരുന്നവനാണ് ഈ ചിഞ്ഞ മേലേക്ക് വരണ്ടെന്ന് പറയും അല്ലേ. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ആണ്, അതും ഞാൻ ഇതിൽ കാണുന്നുണ്ട്. എന്നയുടെ വടി മുഖ്യ മുന്നിന്ന് പോകാൻ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താണ് ബന്ധം? പ്രേമമോ അതോ പിന്നെ? എടാ, നീ നന്നാവാൻ എന്റെ അടുത്ത് തന്നെ വരണം. എന്നാ ഞാനങ്ങോട്ട് നല്ല കൈയടിക്ക്, അപ്പോഴൊന്നുകൂടി ഉന്മേഷമാവും. അടുത്തതായി പുലിമുരുകൻ എന്ന സിനിമയിൽ കാട്ടുമുപ്പനായി വേഷമിട്ട ശ്രീ MR ഗോപകുമാർ. കൃഷ്ണനെ പോലെ, രാവണൻ ശ്രീരാമനെ പോലെ നരഭോജികളായ വലയം പുലികൾ കണ്ടവരാകാൻ അവരോട് വളർത്തവന മുരുകൻ. അടുത്തതായി കൊച്ചു പ്രേമൻ. തിലകം എന്ന സിനിമയിലെ നമ്മുടെ വെളിച്ചപ്പാടെ ഈ പടിയുണ്ടെന്ന് ബോർഡ് വെക്കുന്ന നിയമനം, ഈ മുണ്ട് പഠിക്കുന്ന കുട്ടിയുണ്ടെന്ന് ബോർഡ് വെക്കുന്ന നന്നാവുക ഇല്ലയോടാ കുട്ട എന്താണ്? അടുത്തതായി പ്രാഞ്ചിയേട്ടൻ ഡിസൈൻ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് ശ്രീ കലിംഗ ശശി. നീ എന്താ എവിടത്തോണ്ട് വന്നത്? ഈ പട്ടിക്കാകുമ്പോ കേൾവിയുണ്ടല്ലോ. എന്നാണ് നമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കോച്ചിന്റെ ഗണേശനാണോ ബാബുവാണോ എന്നറിയാം. അടുത്തതായി ജനാർദ്ദന്റെ പഴയ കാലത്തുള്ള സൗണ്ടും ഇപ്പോഴത്തെ കാലത്തെ സൗണ്ടും രണ്ടാണ്. അപ്പൊ നമുക്ക് പഴയ കാലത്ത് നോക്കാം. യവന്മാരെ കൊണ്ടൊന്നും പറ്റില്ലാതെ പിന്നെ താരെന്തുവാണോ കൊണ്ടുവന്നത്? അവരെ പിടിച്ച് അടുത്ത കൂട്ടത്തിലിടണം, നിന്നോട് പറഞ്ഞില്ലല്ലേ? ഓക്കെ, ഇത് പഴയത്. ഇപ്പത്തത് എന്റെ പൊന്ന കർത്താവ്, എന്നോട് ഞാൻ വെള്ള കഷായമല്ലടാ എടുക്കാൻ പറഞ്ഞത്. ഓ എടാ, നിന്റെ തന്തയല്ലടാ എന്റെ തന്ത. കൊട്ടു വേണം, കുട വേണം, പിന്നെ തന്നെയൊക്കെ അമ്മൂമ്മയുടെ താങ്കാക്കള്. അടുത്തതായി പ്രേം നസീർ. മണ്ടിപ്പണ്ണി
കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം. യേശുദാസിന്റെ ശബ്ദവും എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നു. ലജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണി തായ്മീനും എന്തൊക്കെയുണ്ട് തോന്നുന്നു. ഒന്നും വ്യക്തമല്ല. എന്നാ ഞാൻ അങ്ങോട്ട് ശരി എന്നാ ഓക്കെ. തൃപ്പൂണിത്തറ മംഗലശ്ശേരി തറവാടെന്ന് പറഞ്ഞ എല്ലാവരും അറിയും. പിന്നെ ഇവിടെ സദ്യയില്ലേ, ആ സദ്യ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നാ. പിന്നെ ഞാനിവിടുന്ന് സദ്യ കഴിച്ച കാര്യം നിങ്ങൾ വീട്ടിൽ പോയി പറയരുത്. പറഞ്ഞ എനിക്കൊന്നും തരില്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട് അശോക മോനെ അശോക, എടാ നിന്നല്ല അശോക. അടുത്തതായി ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി വോയിസ് ക്ലിയർ ആവണം, എന്നാലും ഞാൻ നോക്കാം കഴിയുന്നുള്ളത്. അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യം പറയാനുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ എനിക്കായിരുന്നു ഫസ്റ്റ്. പക്ഷേ റിസൾട്ട് വന്നിട്ട് ഞാൻ തോറ്റു. അതെന്താ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഇന്നസെന്റ് ചെറിയൊരു ടോക്ക്. എന്റെ അമ്മേ, നിന്റെ കൈ കിട്ടി ഇങ്ങനെ തിന്നിടൂ തിന്നിടൂ. അച്ഛമാമൻ്റെ ഉമ്മൻചാണ്ടിൻ്റെ ഒരു ആറാട്ടനെ ഒന്ന് നോക്കാം. മറ്റേ ടെസ്റ്റ് ഉണ്ടായിരുന്നു. മനസ്സിലാത്ര പെൺപിള്ള അറിയോ? മനസ്സിലാത്ര പെൺപിള്ള അറിയോ? ഇന്നലെ അതിന്റെ പേര് വിളിച്ചിട്ടുണ്ടായി. മനസ്സിലാത്ര പെൺപിള്ള അറിയോ? അവൻ ലോക ഉടായ്പാണ്. ബാല വിളിച്ചിട്ടുണ്ടായി. മനസ്സിലാത്ര പെൺപിള്ള അറിയോ? അടുത്തതായി ജയൻ. എന്റെ ബെൽറ്റ് കിണറില് നീ എടുത്തുടി. എനിക്കൊരു പലപ്പേര് കിട്ടുവാണെങ്കിൽ ട്രൗസറിന്റെ വള്ളിയാക്കന്മായിരുന്നു. എന്നാ ഞാനങ്ങോട്ട് അടുത്തത് രാജംബി ദേവ്. രാജംബി ദേവിനെ അറിയില്ലേ? കേൾക്കുമ്പോ അറിയാൻ നോക്കാം. കൈവേറിക മഹാനെ, നിന്റെ അപ്പൻ കൊച്ചു തോമ എനിക്ക് വേണ്ടി വലിയ വല്യാവലെങ്കിലും ചെയ്തിട്ടുണ്ട്. എട വന്റെ പുല്ലുകളെ, നിങ്ങൾ എന്തുവാണോ എന്നെ കുറിച്ച് വിചാരിച്ചത്? അടുത്തതായി നെയ്യസും ഉമ്മൻചാണ്ടിയും ഒരു ഗാനം ആലപിച്ചാൽ എങ്കിലും നോക്കാം. On the sub, baby. Hit hard, baby. Rockstar party. പറ്റില്ലെങ്കിൽ ഓക്കെ, അടുത്തതായി നമ്മുടെ സത്യമാഷ്. സത്യം പണ്ടേ ഉള്ളൊരു സംഗതിയാണ്. മൂപ്പര് എങ്ങനെ നിന്നാലും ഒരു ചൂണ്ടടാൻ നിൽക്കുന്ന രമുണ്ട് സംഭവത്തിലാണ് നിൽക്കുക. അപ്പൊ നിൽക്കുകയാണ് മൂപ്പര് ഇങ്ങനെ അമ്മേ ചൂണ്ടിടുമ്പോ മീൻ കുത്തി വലിക്കണേ. അമ്മയ്ക്ക് ഞാൻ നാളെ അമേരിക്കയിലോട്ട് പോവാ ചൂണ്ടയിട്ട് വരുമ്പോ വലിയൊരു മീൻ കൊണ്ടുവരാം. നെത്തോലി, ചെണ്ണാപ്പറച്ചി, ഗോൾഡ് ഫിഷ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓന്റെ വ്ളോഗ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും മാക്സിമം അതിൽ കയറി അലമ്പാക്കുക. പിന്നെ ബാസിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഞാൻ പറയാം, ചോറൊക്കെ തിന്നേണ്ട. ബാസിലൊരു പാട്ടും പാടും ലാസ്റ്റ്. എന്റെ വ്ളോഗിൽ എടാ ഓ പാട്ട് പാടിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയെ. പാട്ട് പാടാൻ പാട്ട് പാടാൻ സൗണ്ട് ഇല്ല. പാടണ്ടല്ലോ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നിപ്പോൾ ഡേറ്റ് 14 അല്ലേ?
14/4/2024 നിങ്ങൾ ഒരു ക്യാമ്പിൽ കൂടിയിരിക്കുകയാണ് അല്ലേ? ഹൈക്കിൻസിൻ്റെ ക്യാമ്പാണ്. അപ്പോൾ ഹൈക്കിൻസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഹനാനും നബീലൊക്കെ നേരത്തെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ക്യാമ്പിംഗ് ആണ് നടത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഹൈക്കിൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടു വന്നോലാണോ അതോ യാദൃശികമായിട്ട് ഇതിൽ വന്ന് പെട്ടോലുണ്ടാവും? ഇതിനെക്കുറിച്ച് ഒന്ന് ഹൈക്കിൻസ് എന്താണെന്ന് അറിയാം, ക്യാമ്പിംഗ് എന്താ അറിയാതെ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നേരത്തെ ഇവിടെ ആരോ സംസാരിച്ചാൽ കേട്ടു ഏത് ജില്ലയിൽ പോയാലും കുടുങ്ങൂലെന്ന് കേട്ടു അല്ലേ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ഇല്ലത് പറയാലോ. ഇപ്പം എനിക്ക് ഇവിടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, ഒരുവിധം നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഒരുവിധ സംസ്ഥാനങ്ങളിൽ ഒന്നും എന്ത് ചെയ്യില്ല, ഞാൻ കുടുങ്ങൂല. അല്ല, അത് നമ്മളെന്താ വെച്ചാൽ നമ്മളെ കോൺഫിഡൻറ്റിൽ പറയണത് എന്താ വെച്ചാൽ കേരളത്തിൽ എന്തായാലും കുടുങ്ങൂല, ഒരു ജില്ലയിലും കുടുങ്ങൂല. അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ നമ്മളെ ഈ സോഷ്യൽ മീഡിയ ത്രൂവിലെ കോൺടാക്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഇപ്പം നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ആവശ്യം വന്നാൽ ഞാൻ എൻ്റെ ഫോണിൽ കാണിക്കൽ വെച്ചാൽ ആ സ്ഥലത്ത് ഞാൻ ഒരാളെ പരിചയപ്പെടുമ്പം ആ ആളെ പേരും സ്ഥലം വെച്ചിട്ടാണ് ഞാൻ സേവ് ചെയ്യല്, നമ്പർ സേവ് ചെയ്യല്. അപ്പോൾ ജസ്റ്റ് ആ സ്ഥലത്തിൻ്റെ പേരാണ് അടിക്കും. അപ്പോൾ ആ സ്ഥലത്തിൽ എല്ലാ ആളുകളെ കോൺടാക്റ്റോട് വരും. എന്തായാലും ഒരാളെങ്കിലും ഇല്ലാതെ നിൽക്കലില്ല, ഇതുവരെ തിരഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ കിട്ടുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഒന്നും വേണ്ട, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഞങ്ങൾ ഒരു ദിവസം രാത്രി മൂന്നാർ പോവാണ്. ഞാൻ പേടിച്ച് എന്തൊക്കെയാ പറയണേ. അപ്പൊ ഞങ്ങള് വട്ടവട പോവാട്ടോ. അപ്പൊ രാത്രി 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണേ. തൃശ്ശൂർ ഹൈവേന്ന് ഒരു 2 മണി 3 മണി സമയത്ത് വണ്ടിന്റെ ടയർ എന്ത് ചെയ്തു, ടയർ പൊട്ടി. രാത്രി 3 മണിക്കാണ്. ഞങ്ങൾ കുറെ വണ്ടിക്കൊക്കെ കൈയാണിച്ച് ആരും നിർത്തണില്ല. ലാസ്റ്റ് പോലീസുകാർ കൈയാണിച്ചു, ഓരെങ്കിലും എന്തെങ്കിലും കാണിച്ച് നിർത്തല്ലോ, ഓരും നിർത്തിയില്ല. പോലീസുകാരും നിർത്താതെ ടയർ പൊട്ടിയാന്ന് പോലും പോയി. അതിൽ ഞാനാണ് എന്ത് ചെയ്ത് ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട് ഇങ്ങനെ സംഭവം പറഞ്ഞിട്ട് അപ്പൊ തന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്ത ആളുണ്ടായിനി. അപ്പൊ ആ ആള് വന്ന് ജാക്കിൽ ഞങ്ങൾക്കിത് ഇത് മാറ്റാനുള്ള സ്പെയർ ഇത് വണ്ടിയിലില്ല, ജാക്കും കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ മാറ്റും. അത് തിരിക്കണം മറ്റേ സാധനം ഉണ്ടല്ലോ, അതില്ല. അതിലെന്തേത് അതല്ല ഞാൻ പറയണെന്ന് തരോ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലുണ്ടാണ് അന്നാണ് രക്ഷപ്പെട്ടത്. അപ്പൊ തന്നെ ഇത് കണ്ട ആദ്യത്തെ ആള് പിന്നെ റിപ്ലൈ എന്ന് അയാളെ വീട് അവിടെ ആ പരിസരത്ത് തന്നെ അവിടെ എടുത്തിരുന്നു, തൃശ്ശൂർ ഹൈവേന്റെ. വലിയൊരു പൈപ്പ് കൊണ്ടിട്ട് വരുന്നേ ഇതൊക്കെ ഇട്ട് തിരിക്കാൻ. എന്നിട്ട് അയാൾ തന്നെ വന്ന് ഫുള്ള് തിരിച്ച് സെറ്റാക്കി തന്ന് ഞങ്ങളൊന്നും മാറ്റാൻ വെച്ചാൽ അയാൾ തന്നെ ഇത് വീലടക്കം മാറ്റി തന്ന് സെറ്റാക്കിയാണ് മൂപ്പര് ഒറ്റ പോക്ക് താങ്ക്സ് പറഞ്ഞിട്ട്. അല്ല ഞങ്ങൾ അങ്ങോട്ട് താങ്ക്സ് പറഞ്ഞു. ഇവിടെ കുറെ നേരം അവിടെ ഇവിടെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സംഭവമാണ്. എനിക്കിത് ഓർമ്മ ഉണ്ട്, ഞാൻ ഇല്ലൊരു ഓർമ്മയിലേക്ക് പറയണേ. അതിലൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു ചെറിയ പങ്കുണ്ടായി കേട്ടോ. അപ്പൊ അങ്ങനല്ല. അപ്പൊ അപ്പൊ മൈക്കി കൂടെ എല്ലാവരും കേട്ടിക്കണോ പറഞ്ഞത്? ഇല്ല അങ്ങോട്ടൊന്നും ഞങ്ങൾ എത്തിക്കരുത് എന്ന് പറഞ്ഞത്. അവിടെ ഇരിക്കേ അവിടെ വിട്ടേക്ക്. ഞാൻ വർത്താനം പറഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങേറി. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങിയ പിന്നെ എങ്ങനെയാണ് തുടങ്ങിയ പിന്നെ മുഴുവനാ കിട്ടും. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് അങ്ങനെ ഒരു സംഭവം അത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഭയങ്കര എന്താണ് ഒരു ഇതാണത്, ഒരിത് എന്തെന്നില്ല നിങ്ങൾ ഫീല് ചെയ്യാം. അപ്പൊ കുടുങ്ങൂല, അതാ ഞാൻ പറയണത്. അപ്പോൾ അത് നല്ല നല്ല കോണ്ടാക്റ്റ് ആണ്, അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറയുന്ന പോലെ ഈ കോണ്ടാക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അത് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ഫുഡ് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ പാടി കുഴങ്ങി എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കും. ഇവിടെ ഫുഡ് കഴിക്കാതെ ക്യാരംസ് കളിക്കുന്നു, അവിടെയൊക്കെ ഫുഡ് കഴിക്കുന്നു. ഹലോ ഗൈസ്, എല്ലാവരും ഹായ് തരൂ, വ്ളോഗിലേക്ക് ഒരു ഹായ് തരൂ. ഹായ് 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 ഫ്രം കർണാടക. അയ്യോ പറഞ്ഞു കുറിമാനം പലതരം ആയ ചെന്നെ കുടുക്കി കുരുളിലും കഥയോരം തെരഞ്ഞിട്ട് മയക്കി കുരുത്തങ്കറ്റവളന്റെ ഉറക്കൊന്നും അടക്കി മനസ്സുള്ളിൽ കുടിയേറി ഓരോ മധുരിത മൊഴി പാടി നിന്റെ മലർമൊഞ്ച് തികഞ്ഞുള്ള തളിർമേനി കിണങ്ങുവാൻ അടങ്ങാത്ത കൊതി കൂടി അതിനും കാത്തിരിപ്പൊരു വഴി തേടി കടകണ്ണിൻ
കടകണ്ണിൻ മൂന കൊണ്ടെന്നിടനഞ്ചിനകം വെട്ടി പീഡിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മാധുരത്തെ ഒലിപ്പിച്ച കണ്ണാലെ എന്നെ കുടുക്കിയ പൂമോളെ അണ്ണൻ നിശബച്ചൊരാട്ട പുലി ഇന്നൊരുക്കും പണ്ടേ ഇവനെ പിന്നാലെ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. നേരം വെളുത്തു, എല്ലാവരും ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് ട്രക്കിങ് ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ കാണാം. എല്ലാവരും കാടിൻ്റെ നിയമം പാലിച്ച് നടക്കട്ടോ. അപ്പോൾ നമ്മളെ ഗസ്റ്റുകളെല്ലാവരും മീൻ പിടിക്കണ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ മീൻ പിടിക്കുന്നത് യാദൃശികമായിട്ട് വന്നതാണ്. അല്ല, ഇതൊക്കെ ഹൈക്കിൻസ് അവിടെ സെറ്റ് ഇട്ടാണ്. അതായത് ഒരു കാട്ടിലൊക്കെ ആയതുകൊണ്ട് ഒരു കാടിൻ്റെ ഫീൽ ഇട്ടാൻ വേണ്ടി ഹൈക്കിൻസ് പ്രൊവൈഡ് ചെയ്താണ്. ഇങ്ങനെ ഒരു കാട് സെറ്റപ്പ് ആയതുകൊണ്ട് മീൻ പിടിക്കുന്ന ഒരു സീനൊക്കെ, അതായത് ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ഇത് കിട്ടാൻ ഇത് ഹൈക്കിൻസ് സെറ്റ് ഇട്ടാണ് ഈ മീൻ പിടിക്കുന്നത്. നിങ്ങൾ കരുതും ഇത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്, അല്ല. അപ്പോൾ അങ്ങനെയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു ആന പാസ് ചെയ്യേണ്ട ഒരു സാധനം, അതായത് ഈ യാത്രയിൽ എല്ലാ ഹൈക്കിൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. മുന്നിലൂടെ ആന ക്രോസ് ചെയ്യണരുത്. അതായത് കാടിന്റെ എല്ലാവരും ഇതും അതാണ് നമ്മളെ നബിലുക്കുവിന്റെ ഓരോ ഇതാണ് ഇതൊക്കെ. ആ, ഇതൊക്കെ ആദ്യം പ്ലാൻഡ് ആണ്, ആസ്വദിക്കണം. അതെ, ഇതൊക്കെ തെർമാക്കോളാണ് ഈ കല്ലുകള്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകാം, നമുക്ക് ഇവിടുന്ന് മാറി കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നീങ്ങാന്ന് പറയുന്നത്. ഒരു മര്യാദക്ക് മീൻ പിടിച്ചോട്ടെ. ഓക്കെ, ഈ കല്ലുകളെല്ലാം തെർമാക്കോളാ. അതെ അതെ, ഇതൊക്കെ ക്രിയേറ്റഡ് ആണ്. അതാണ് നബിലുക്കു. ഇതൊക്കെ പറയുമ്പോ ഒരു ഇത് വേണ്ട ഇതിനൊക്കെ. എല്ലാരും ആയോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ സുഫാന് ആദ്യമായിട്ടാണ് കാട്ടിലൂടെ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞത്. ഈ ഒരു കാട് വൈബ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്കിത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാട്ടിലോട്ടിൽ ഇങ്ങനെ വന്ന് എൻ്റെ ജീവിതത്തിൽ ഇതേറെ ഒരു ട്രിപ്പ് പോയപ്പോൾ ഇത്ര എൻജോയ്മെന്റ് ചെയ്യാൻ കിട്ടില്ല. ഇനി കുറച്ച് നമ്മൾ VM സദീഖലിന്റെ ഒക്കെ മാതിരി ഇലയൊക്കെ മേത്ത് ഫിറ്റ് ചെയ്തിട്ട് കാട്ടിലൂടെ അങ്ങനെ ദിവസം പറയണേ. ഇന്ന് പ്രൊഫൈല് പോയിട്ട് മാറ്റണം. എന്താക്കണത്? എന്താ ചോദിച്ചോ, കാഡോഫോബിക് എന്നാക്കാൻ പോവാണ് ദിവസം. അപ്പൊ ഇനി മുതൽ ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നാണ് ദിവസം പറയുന്നത്. നോക്കുമല്ലോ നമ്മള്. എന്നാ വരൂ വയസ്സ്, വരൂ, എല്ലാവരും വരൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഹൈക്കിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് പോഗോ ചാനലിൽ കണ്ടിരുന്നില്ല, ഒരു കല്ലിങ്ങനെ താന്നു പോകുന്ന ഒരു ഗെയിം. അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കല്ല് താന്നു പോകാതെ രക്ഷപ്പെടുന്നവർക്ക് രക്ഷപ്പെടാം, അല്ലാത്തവർക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഹൈക്കിൻസിന്റെ എല്ലാം നബിലുക്കു എല്ലാം. അതായത് വരുന്ന പ്രേക്ഷകർക്ക് അപ്രതീക്ഷിതമായിട്ട് ഓരോന്ന് സർപ്രൈസ് കൊടുക്കുക. അങ്ങനെ ഒരു ഹോബികളാണ് നബീനുള്ളത്. നീ നബീലൊന്ന് പുറത്തേക്ക് ആടി കാണിച്ചു കൊടുക്കൂ, എങ്ങനെയാണ് ചാടേണ്ടത്. അപ്പോൾ കുറെ ആളുകൾ ഇതിൽ നടന്നു വരുന്നുണ്ട്. കുറെ ആളുകൾ അഡ്വഞ്ചർ ആക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് അതിലാക്കണം, അവിടെ ആക്കണം ഒരാൾ ക്രോസ് ചെയ്യണേ. അല്ലല്ലോ സുഹൃത്തുക്കളെ, അഡ്വഞ്ചർ ആക്കും, അതിൽ കയറൂ. താല്പര്യമില്ല. അപ്പൊ അഡ്വഞ്ചർ താല്പര്യമില്ലാത്ത ആളുകൾ നമ്മളെ ഇന്നത്തെ ട്രിപ്പിലുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയുള്ള വെള്ളമാണ്. ഇത് കുടിച്ചിട്ട് ഒരുപാട് അസുഖങ്ങൾ മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താ അസുഖം എന്ന് നിന്നോട് ചോദിക്കരുത്. അപ്പൊ എല്ലാവരും എന്താ ചെയ്യാ, കമന്ന് കയറുന്ന വെള്ളം കുടിക്കുക. കാട്ടാറുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയുള്ള വെള്ളമാണ്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുടിക്കാം. ക്രോസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ക്രോസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു ട്രക്കിങ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ ആരെങ്കിലും ഒരാൾ വീണ് തരണമെന്നാണ് എനിക്ക് പറയുന്നത്. അതും കൂടി കിട്ടിയാലേ ഈ ട്രക്കിങ്ങിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻക്ക് എത്തുള്ളൂ. ഇതുവരെ ആരും വീണിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചിരിക്കാൻ പറ്റുന്ന ഒരു വീഴ്ച തന്നെ വീണ് തരണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആരെങ്കിലും അതിന് മുന്നോട്ട് വരണം. ഇതൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ മുക്കണം അല്ലേ. വരൂ എല്ലാവരും നടന്നു വരൂ. ഫുൾ അഡ്വഞ്ചർ. ഈ നബിലുക്കുവിന്റെ ഒരു കാര്യം, അഡ്വഞ്ചറസ് ട്രിപ്പ് മാത്രമേ തീരുള്ളൂ.
എങ്ങനെയുണ്ട് ഈ എന്താണ് ട്രിപ്പിനെ കുറിച്ച് പറയാല്ലേ? നല്ലൊരു ഇതാണ് ഇതൊക്കെ അല്ലേ? വളരെ നല്ലൊരു ഇതാണ് എന്നാണ് ഈച്ചു ഇതിനെ കുറിച്ച് ഇതാക്കുന്നത്. ഇതിന്റെ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഈച്ചു പറയുന്നത്. അനക്കെന്താ പറയല്ലേ? അടിപൊളിയാണ്, ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര ഇതാണ്. അനക്കെന്താ പറയല്ലേ? ചെരുപ്പിടാതെ നടക്കാൻ പറയും. ചെരുപ്പ് നല്ല നേച്ചറിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കാം. അപ്പൊ നബീലുക്ക് പുതിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നേച്ചറിന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ചെരുപ്പൂരി നടക്കേണ്ടവർക്ക് ചെരുപ്പൂരി നടക്കാം. ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ പുതിയൊരു ജീവിയെ ഈ വെള്ളത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കാണികളൊക്കെ വളരെ ആകാംക്ഷാഭരിതരായിക്കൊണ്ട് കാത്തിരിക്കാണ്. ജുൽവേ എടത്ത് ജുൽവേല ജുൽബേ. അപ്പോ ഇതിന്റെ പേര് സയന്റിഫിക് നെയിം ടാഡ്പോളിയ ഫിഷറോബിയ എന്നാണ്. ടാഡ്പോളിയ ഫിഷറോബിയ എന്ന് പറഞ്ഞ സയന്റിഫിക് നെയിം ആണോ ഇതിന്റെ? എങ്ങനെ? ഇല്ല, അത് കാണിച്ചൊന്നും പറ്റുന്നില്ല. അല്ല, ടാഡ്പോളിയ ഫിഷറോബിയ അല്ലല്ല. അപ്പൊ ഇനി ഇവിടെ നിന്ന് സമയം കളയരുത്. ഹലോ പ്രേക്ഷകരെല്ലാവരും, അതെ ഇത് ഹൈക്കിൻസ് പ്രൊവൈഡ് ചെയ്താണ് നബിലുക്കുവിന്റെ ഓരോ വികൃതികൾ. അല്ലാതെ എന്ത് പറയാൻ അതിനൊക്കെ നബിലുക്കുവിന്റെ വികൃതികൾ ഇതൊക്കെ ഇതിന് വെൽ സെറ്റ് ഇട്ട സംഭവങ്ങളാണ്. അപ്പൊ പ്രേക്ഷകരെല്ലാവരും നടന്നു നീങ്ങൂ സുഹൃത്തുക്കളെ, സമയം കളയരുത്. നടക്കൂ. ഇനി മുതല, ആന, മലമ്പാമ്പ്, പന്നിനെ ലൈവ് കാണിച്ചു കൊടുത്തു. എന്താണ് ഇന്നെ പേരുക്കൊണ്ടൊരു കാര്യമാണ് ഞാൻ ആലോചിച്ച് നോക്കുന്ന സുഹൃത്തുക്കളെ. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിക്കൊണ്ടിരില്ല. നടന്നു നീങ്ങൂ. ബ്ലോഗിൽ ഇത്ര സമയം നമ്മൾ തരുള്ളൂ മുഖം കാണിക്കാൻ, ചെറിയ സീനുകൾ. കമോൺ ഈ സുഹൃത്തുക്കളെ, എല്ലാവരും അതിലെ പോകാതെ ഒന്നും ഇങ്ങോട്ട് വരൂ. അപ്പൊ പുതിയൊരു സാധനം ഐക്കിൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. അവിടുന്ന് കാണുള്ളൂ കേട്ടോ പുതിയൊരു സാധനം. അതായത് പവിഴപ്പുറ്റുകൾ ലക്ഷദ്വീപുകളിലും മറ്റു ദ്വീപുകളിലും മാത്രം കാണുന്ന പവിഴപ്പുറ്റു കേട്ടോ. അതായത് ഇവിടുത്തെ കോറൽ റീഫാണ് അത്. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടില്ലേ? അത്രേ കാണാൻ കിട്ടുള്ളൂ. വരി കൂടുതൽ സമയം കാണരുത്. ഇതൊക്കെ എന്താ വെച്ചാൽ ഒറ്റ ടൈമിൽ കാണുക, എന്നിട്ട് പോവുക. അതായത് അതിങ്ങനെ മനസ്സിലിങ്ങനെ നമുക്ക് വീണ്ടും കാണാൻ ആഗ്രഹം വരണം. വരി എല്ലാവരും വരി. എന്താണ് ഇതൊക്കെ നബിലുക്കുവിന്റെ ഒരു വികൃതികൾ, അല്ലാതെ എന്ത് പറയാനാ? അപ്പൊ സുഹൃത്തുക്കളെ, പുതിയൊരു സംഭവം ഹൈക്കിൻസ് ഇവിടെ കാണികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ക്രിയേറ്റീവായിട്ട് കല്ലുകൾ അടുക്കി പെറുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അടുക്കി പെറുക്കി വെച്ചാൽ ലാസ്റ്റ് വീഴുന്ന് വെക്കുന്നവർക്കും അറിയാം, കാണുന്ന നമ്മൾക്കും അറിയാം. പക്ഷെ അതാണ് ഒരാളുടെ ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. ഇത് വീഴുന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വലിയ കല്ല് വെച്ച്, പിന്നെ ചെറിയ കല്ല് അങ്ങനെ ചെറുത് വെച്ചതാ. ഇനി ഇതിന് വേറെ കല്ല് വെക്കാൻ കഴിയോ? വെച്ച് കാണിച്ചിരുന്ന പറയുന്നത് നമുക്ക് ഒന്ന് കാണാം. അതാ വീണ്ടിരിക്കുന്നു. ഇതാണ് ഒരു ക്രിയേറ്റീവ് മൈൻഡ്. അതായത് അത് വീഴുന്ന് അറിഞ്ഞിട്ട് വെക്കാൻ കാണിച്ചാൽ മനസ്സ്, അതിനാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ മദ്രസിന്റെ വേദികളിൽ നിന്നും മാത്രം പാടിയിരുന്ന സഫാൻ നാളെ മുതൽ എല്ലാവിധ ഷോകളിലേക്കും നിറഞ്ഞാടുകയാണ്. അപ്പൊ സഫാനെ കോണ്ടാക്ട് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വിളിക്കണം. എങ്ങനെ കോപ്പറേറ്റ് വരുമോ? ഇല്ലല്ല, അങ്ങനെ കോപ്പറേറ്റ് ഒന്ന് പൂട്ടി പോകുന്ന ചാനലാണെങ്കിൽ പൂട്ടി പോട്ടെ എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. സുഹൃത്തുക്കളെ, താങ്ക് യു. ഇതിൽ വരാത്തൊരു സാധനമാണ് അട്ട തെറാപ്പി. അതായത് സാധാരണ വിദേശ രാജ്യങ്ങളിലൊക്കെ അട്ടയെ കടിപ്പിച്ചുകൊണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ചികിത്സ ചെയ്യാറ്. പക്ഷെ ഹൈക്കിൻസ് മൈക്കോണല്ലേ? ഹലോ ആണ്. അപ്പൊ അതൊക്കെ പൈസ കൊടുക്കണം. പക്ഷെ നമ്മുടെ നബിലുക്കു നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത് ഒരു ഫ്രീ അട്ട തെറാപ്പിയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് അട്ടയുള്ള സ്ഥലത്ത് കൂടെ നിങ്ങൾ കൊണ്ടുപോകും, അട്ട കടിപ്പിക്കും. നിങ്ങളെ ബാഡ് ബ്ലഡ് ഒക്കെ എന്ത് ചെയ്യും, ആ അട്ട വലിച്ചെടുക്കും. നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ ക്യാമ്പിലൊന്നും ആളുകളായതുകൊണ്ട് ഒന്നും കൊടുക്കണ്ട. അതാണ് നബിലുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടക്കിട മീനാണേ. കോളേജിൽ പോകുമ്പം പല മുഖം കാണുമ്പം എന്നെയും ഓർത്തിയിടണേ, എന്റെ പുന്നാരെ എന്നെയും ഓർത്തിയിടണേ.
തത്തേ എന്ന് വിളിക്കും കനത്തിലാവേ ഇന്നാണ് മാരന്റെ കൽവിൽ കുളിരി പകരണ നിക്കാവ് ഇന്നാണ് ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാറി എത്തണ നേരത്ത് കണ്ണ് പൊത്തണതാരാണ് അല്ല മിന്നു വരണ്ടേ പോണ്ടേ പോണ്ടേ നിങ്ങൾക്ക് ഇവിടെ വരാൻ അവകാശമില്ല. മക്കളാണോ? രണ്ടു കുട്ടികളെ തന്തയാണ്. എത്ര വേണ്ട പേട്ടന്? എനിക്കോ എത്ര തോന്നിക്കും? ഒരു 38 പോരാ, 42 പോരാ, 45 43 വയസ്സുണ്ട് നിങ്ങൾക്ക്. കണ്ട പറയട്ടോ, നമ്മളെ ഇരട്ടി വയസ്സാണ് നിങ്ങൾക്ക്. ഇവന്റെ വ്ളോഗിങ്ങിനെ പറ്റി എന്താ പറയാല്ലേ? ബാസിലിന്റെ പൊളിയല്ലേ? പൊളിയാ. പക്ഷെ തകർച്ച എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് തിരുത്തി കൊടുക്കാൻ വേണ്ടി നമ്മള് ചിന്തിച്ചെന്നുള്ളൂ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെയുണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കി. അയ്യേ എനിക്കറിയില്ല. അറിവില്ലായ്മ പറഞ്ഞത് നമ്മള് കുറ്റം പറഞ്ഞു. എന്നാലും നിങ്ങൾ കണ്ടില്ല പരിചയമുണ്ടല്ലോ. ഹലോ ഗൈസ് ഒക്കെ ഉണ്ട്. അത് ഫുള്ള് വെറുപ്പിക്കല ആണോ? നമ്മളങ്ങനെ ചെയ്യലേ. നമ്മള് നാടിനോടും കാടിനോടൊക്കെ ഇണങ്ങി നല്ല രീതിയിൽ ആൾക്കാരോട് എത്തുക. നമുക്ക് അങ്ങനെ ഒരു വ്ളോഗർ, ഞങ്ങൾ വ്ളോഗറാണ് അങ്ങനെ പറയാൻ നടക്കുകയില്ല. നമ്മളിപ്പോ നിങ്ങളിപ്പോ നമ്മളെ കമ്പനിക്കാരെ പോലെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് പേര് വരെ നമുക്കറിയില്ല, പക്ഷെ നമ്മള് ഇന്റിമേറ്റ് ആണ്. ഇങ്ങനെ ചേർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു ബന്ധങ്ങൾ നമുക്ക് എല്ലാ എവിടെ പോയാലും നമുക്ക് വേണ്ടത്. നമ്മളൊക്കെ മുന്നോട്ട് നയിക്കുന്നതൊക്കെ തന്നെയാണ്. ഒരാളെ കാണുമ്പോൾ ഇടപെടാനും അതിന്റെ അടുക്ക് സംസാരിക്കാനും. നമുക്ക് ഭാരത് മാതാക്ക് വേണ്ട, ഇൻകുലാബ് സിന്ദാബാദ്, ഇംഗ്ലീഷ് സിദ്ധാന്തം വേണ്ട. നമ്മള് മനുഷ്യനായിട്ട് ചോദിച്ചായി പണി പഠിച്ച് അപ്പൊ ഇൻഡസ്ട്രി അന്നേ മുതലേ ഇൻഡസ്ട്രി പണിയാ. നമ്മളെ ചെയ്ത തൊഴിൽ മാറിയില്ല, അത്രേ ഉള്ളൂ. ഞാനും ഇതേപോലെ ജീവിതത്തിൽ ഒരു ഇൻഡസ്ട്രി പണിക്ക് പോയിക്കണേ. അതോടുകൂടി പിന്നെ പോയിട്ടില്ല. എന്താ വെച്ചാല് അല്ല, ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് ടൂർ പോകാൻ വേണ്ടിട്ട് പിന്നെ അന്ന് 9,000 റുപ്യ വേണം. അപ്പൊ വീട്ടിൽ നിന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കിട്ടൂല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങള് പണിക്ക് പോയി, ഇൻഡസ്ട്രി പണിക്ക് പോയത്. അതായത് ഇൻഡസ്ട്രിന്റെ കമ്പിയും പട്ടിയിടുമ്പോ കമ്പി ഇടൂലേ, അപ്പൊ അതിന് പെയിന്റ് അടിക്കണല്ലോ. ആ പണി ഞങ്ങൾ ഏറ്റെടുത്തത്. നിങ്ങളോട് പറയാം, ഒരു ഉച്ചക്ക് 12 മണിയൊക്കെ ആയാൽ ഈ കമ്പി കൂടി ചൂടാവും. എന്നിട്ട് മുഖത്തേക്ക് ഈ ചൂട് ഇങ്ങോട്ട് അടിച്ചിട്ട് ഈ നെറ്റിമത്തെ തൊലി ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ പോയി. പക്ഷെ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താൽ പൈസ ഉണ്ടാക്കി. കാരണം രാവിലെ 6 മണിക്ക് സൈറ്റിക്ക് ഇറങ്ങും. എന്നിട്ട് അങ്ങനെ അപ്പൊ നിങ്ങൾ ഈ പണി പറഞ്ഞപ്പോൾ അതിന്റെ റിസ്ക് ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്കറിയാം എത്രത്തോളം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ കൈയൊക്കെ താമ്പേശുണ്ടാവും അല്ലേ? കണ്ടോ? അല്ല, എന്നും എടുക്കുമ്പോ അങ്ങനെ ആവും അല്ലേ? പക്ഷെ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഒരു അനുഭവം പറഞ്ഞു. നിത്യാഭ്യാസ ആനയിൽ എടുക്കുന്ന കണക്ക് മടിയെ മലയും ചുമക്കും. വിദ്യാഭ്യാസ ആനനെ എടുക്കണുള്ളൂ, മടിയെ മല എടുക്കണേ. മടിയെ ആദ്യം മല എടുക്കാൻ നോക്കും, മല കൊണ്ടുപോ. പിന്നെ സുഹൃത്തുക്കളെ, ഒരു പറ്റ ആളുകൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നു. ആ ഗെയിമിൽ നിന്ന് ഔട്ടായ ആളുകൾ ഇവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുക, അതാണ് പരിപാടി. എനിക്ക് ഫുട്ബോൾ 2 വാക്ക് പറയാനുണ്ട്. നവ്യ ഫ്രം കർണാടക. റൊണാൾഡോ ഫാൻ. ഓ, റൊണാൾഡോ ഫാൻ. ബോൾ മങ്കി ഗെയിമാണോ? ആരാണ് ഏറ്റവും മികച്ച കുരങ്ങ്? കണ്ടെത്താനുള്ള തിരക്ക്. സൗണ്ട് കേട്ടിട്ട് അനക്കതിനുള്ള എല്ലാ ക്വാളിറ്റീസും കാണുന്നുണ്ട്. എന്താ പേര്? എന്താ പേര്? ജിഷ്ണു. എടാ, എൻ്റെ പേരെന്താ? ഫിനിഷ്. നിങ്ങളൊക്കെ എന്താ പഠിക്കണേ? എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 10ലും 8ലൊക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് കളിക്കാം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അപ്പം ബോൾ തട്ടണുണ്ടല്ലോ, അറിയാം അല്ലേ? ഓക്കെ. ഞങ്ങൾ കയ്യിലും കറക്കി കാണിച്ചു തരാം ബോൾ. കണ്ടോ? ഇങ്ങനെ കറക്കിയാൽ മതി. എല്ലാ സ്കില്ലും ട്രൈ ആക്കുക. കറക്കോ? ആരെങ്കിലും കറക്കോ? ആരാ ജഗിൾ ചെയ്യാ? ജയ് എടുക്ക്. ചെയ്യോ? ആ, ഇവ അടിപൊളി. സൂപ്പർ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കാത്തിരുന്ന അട്ടാത്തറ
തെറാപ്പി ഇവിടെ സാധ്യമാക്കിയിരിക്കുകയാണ് നമ്മുടെ നബീലുക്കു. ഒന്ന് കാണിച്ചു കൊടുക്കും, പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. ഫ്രീ അട്ട തെറാപ്പി, ഇതാ വീണ്ടും അട്ട, ഫ്രീ അട്ട തെറാപ്പി. അതാണ് നമ്മുടെ നബീലുക്കു നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി. വിജയിച്ചിരിക്കുന്നു, നമ്മുടെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. സ്പ്രേ ഉണ്ടോ? സ്പ്രേ ഉണ്ടോ? ആ, കത്തിച്ചാൽ മതി. അതെ, അട്ട നമ്മൾ എങ്ങനെ പുറത്തെടുക്കും? അട്ട ഓട്ടോമാറ്റിക് ചാടി പോയിരിക്കാണ് ഗൈസ്, ലൈറ്റർ കൊണ്ട് വരുന്ന കണ്ടിട്ട്. കമോൺ കമോൺ കമോൺ, എല്ലാരും ഒന്നുകൂടി ചീർ ചെയ്യൂ ഗൈസ്. ഓക്കെ ഓക്കെ, താങ്ക് യു സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ക്യാമ്പ് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആളുകൾ റിവ്യൂ ഒക്കെ നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പ്? ഒന്നും പറയാനില്ല. ഇല്ല എല്ലാവരോട് പറയാം. അത്യുഗ്രം ഉള്ളത് പറയാലോ. സംഗതി സൂപ്പറായി. നിങ്ങളുടെ ടീം വർക്കാണെങ്കിലും മൈൻ. താങ്ക് യു. അടിപൊളിയായിട്ട്. ഇപ്പോൾ നമ്മളെ മുത്ത് പറയുകയാണെങ്കിൽ മുത്തിൻ്റെ ഒരു ചിറി കിട്ടിയാൽ മതി. ക്യാമ്പ് തന്നെ കണ്ടേ, ആ ചിറിൻ്റെ ബാലങ്കേനായർ പോലും ഇങ്ങനെ അമ്മാതിരി ചിറിയാവും. അടിപൊളി. നമുക്ക് തന്നെ ഞങ്ങൾ കൂടെ ഈ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. നമുക്ക് കർണാടക ടീംസിൻ്റെ അടുത്ത് പോയാലോ? വാ. ഹേ ഗൈസ് ഫ്രം കർണാടക, we need a valuable feedback. Only Malayalam? Oh, okay, you can speak in Tamil. How do you feel this camp? ரொம்ப நல்லா இருக்கு. தட்டி தூக்குறோம். நெக்ஸ்ட் டைம் வரோம், ஃபன் பண்றோம். Happy. Hello guys, I need a valuable feedback from you. Please. 10th time Okay. Please wait. Keep this mic in your hand. Okay. I'll sit. Okay. You can sit here. Guys, this is the 10th time I'm giving the feedback. I've taken 3 stones from here, and again I'm telling, little expectation hurt, but this trip was good, and I was happy because I get to meet a lot of people and also a lot of time with my friends, and എനിക്ക് ഈ ട്രിപ്പിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ സന്തോഷം. മലയാളം പഠിക്കുകയാണ് guys. Okay, thank you. From last trip I've learned that like. Okay, thank you. ഇനി ഇങ്ങോട്ട് വരൂ. ഹനാൻഷ, താങ്കൾക്ക് എങ്ങനെയാണ് ഈ ട്രിപ്പ് ഫീൽ ചെയ്തത്? വളരെ മനോഹരമായിരുന്നു. ഒരുപാട് പുതിയ മുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് പുതിയ കൂട്ടുകാരെ കിട്ടി. ഓൽക്കും പുതിയ കൂട്ടുകാരെ കിട്ടി. അപ്പോൾ ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്ത ഇക്കുവാണ് നമ്മൾ ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്തത്. ഹൈക്കിൻസിന്റെ കീഴിൽ ഇക്കു കണ്ടക്ട് ചെയ്ത ഈ ഒരു ക്യാമ്പിൽ ക്യാമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല കംഫർട്ട് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കംഫർട്ടബിൾ ട്രിപ്പ് നടത്തിയിരുന്നത് ഹൈക്കിൻസ് ഒഫീഷ്യലാണ്, ഞങ്ങളുടെ ട്രാവൽ കമ്പനി. എല്ലാവരും ഹൈക്കിൻസിനെ ധന്യവാദങ്ങളും പൂർവ്വ അഭിനന്ദനത്തിന് 1000 പുച്ഛട്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ക്യാമ്പ് മനോഹരമായ വിജയമാക്കി മാറ്റിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിക്ക് നിങ്ങളുടെ വലിയ വിഷയം മാറി പോയി. ഹലോ കമൺ ക്യാമറമാൻ വരട്ടെ. ഹലോ സുഹൃത്തുക്കളെ, ഹൗ ഡു യു ഫീൽ ദിസ് ക്യാമ്പ്? എങ്ങനെയാണ് നിങ്ങൾക്ക്? ഇതാണ് അശ്വതി അച്ചു. ഫേസ്ബുക്കിൽ എല്ലാവർക്കും മെസ്സേജ് പറ്റിക്കുന്ന അശ്വതി അച്ചു ആണിത്. അശ്വതി അച്ചു എന്താണ് ഈ ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത്? അത്യുഗ്രം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല ക്യാമ്പായിരുന്നു. കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, കണ്ടു. ഓക്കെ, താങ്ക് യു. ഹലോ ഗൈസ്, എന്താണ് താങ്കൾക്ക് ഈ ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത്? എല്ലാവരും പെർഫെക്റ്റ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ബാസിക്കാനെ കണ്ടത് ഭയങ്കര സന്തോഷം. ഇത് പെയ്ഡല്ല. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ സബ്സ്ക്രൈബ് ആണ് നമ്മുടെ ചാനലിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ഓക്കെ. ഹലോ സുഹൃത്തുക്കളെ, ഹലോ ഗൈസ്, ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത്? ക്യാമ്പ് പൊളിയല്ലേ? പിന്നെ ബാസിൽക്കാണ്ട് ഇതിങ്ങനെ വീണ്ടും പറയണ്ട, പറയുന്നല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഈ കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നവരുണ്ട് പല ആളുകളും. എന്താ ചെയ്യാ? എനിക്ക് പറയാനുള്ളത്, ഞാൻ 7ാമത്തെ ക്യാമ്പിനാണ് വരുന്നത്. പിന്നെ ഒരു ക്യാമ്പ് മിസ്സായിട്ടുണ്ട്. 8 ക്യാമ്പ് നടന്നിട്ടുള്ളൂ. അപ്പൊ ഇത്രയും 8 ക്യാമ്പ് 2 എനിക്ക് മിസ്സായി. അപ്പൊ എന്താന്ന് വെച്ചാൽ കുട്ടൻ ഇത്രയും ക്യാമ്പിന് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യം? അതിന്റെ വൈബ് കൊണ്ടല്ലേ? അതന്നെ. പിന്നെ ബാസിൽക്ക, ഹനാൻ, സ്റ്റീലിനെ ആദ്യമായിട്ട് കണ്ട്. നമ്മുടെ ക്യാമറമാൻ സ്റ്റീൽ. ഇവിടെ കമോൺ, അടുത്ത ആളോട് പോവാം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ക്യാമ്പിനെ കുറിച്ച്? നിങ്ങളുടെ ഒരു ചുരുക്കി പറയൂ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് ഫീല്? അമേസിംഗ് എന്നാണ് പറയുന്നത്. റിയലി അമേസിംഗ് എന്ന് പറയുന്നത്. ഇനി വരൂ, നമ്മുടെ ക്യാമ്പിന്റെ എല്ലാമായ കുറച്ച് ആളുകൾ നമുക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിന്റെ എല്ലാമായ ആളുകളാണ് ഈ നിൽക്കുന്നത്.
പ്രോപ്പർട്ടിൻ്റെ ഓണേഴ്സാണ് ഇവർ. വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ വന്ന ഗസ്റ്റുകൾക്കും എല്ലാ കാര്യങ്ങളും A to Z എല്ലാം ചെയ്തു തന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ വന്ന ആളുകളെ കുറിച്ച് നമ്മൾ ഈ കണ്ടക്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക? ഇല്ല മാതിരി പറയാം, സെറ്റാണ്. എന്നാലും നമ്മളെ ബാസിബ്രോ ആണെന്നുണ്ടെങ്കിലും സ്റ്റീലാണെന്നുണ്ടെങ്കിലും അനാൻഷി ആണെന്നുണ്ടെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ അടിപൊളിയാണ്. അതേപോലെ നമുക്ക് തിരിച്ചും നല്ല ഫീൽ. കോർഡിനേറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സോങ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളി. നമുക്കും അതേപോലെ ഇനി തിരിച്ച് നല്ല ഹാപ്പിയാണ്. പിന്നെ നിങ്ങളെ പ്രോപ്പർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി പ്രോപ്പർട്ടി, അതായത് ഒരു പക്ക ക്യാമ്പിംഗ് പ്രോപ്പർട്ടിയാണ്. ഇല്ല മാതിരി പറയാലോ. അപ്പോൾ എല്ലാവരും ഡിവൈൽഡ് അല്ലേ? ഡിവൈൽഡ് എന്നാണ് പ്രോപ്പർട്ടിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇനി അല്ല അല്ലെങ്കിൽ ഹൈക്കിൻസിക്ക് മെസ്സേജ് നബീൽ ത്രൂ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വരാം. അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുന്നില്ലേ, ഒന്നുകൂടി ഈ ഏരിയകളൊക്കെ നല്ല അടിപൊളിയാവും. ഇപ്പോൾ ഇലയൊക്കെ അങ്ങനെ പൊഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ, മരങ്ങളൊക്കെ ക്ലൈമറ്റ് ഒക്കെ മാറും, നല്ല അടിപൊളിയാവും. അപ്പോൾ പ്രോപ്പർട്ടി പക്ക അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇനി ഇവർ തന്നെ നല്ലൊരു പ്രീമിയം പ്രോപ്പർട്ടി വൈകാതെ വരും അല്ലേ. ഇവർ അതിൻ്റെ പുറകിൽ എല്ലാ ഹാർഡ് വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകാതെ ഇവരൊരു അടിപൊളി പ്രോപ്പർട്ടി കപ്പിൾസിനും ഒക്കെ പറ്റിയൊരു അടിപൊളി പ്രോപ്പർട്ടി വൈകാതെ ഒരു വർഷത്തിനുള്ളിലൊക്കെ വരുമാവും അല്ലേ? വരും. അപ്പോൾ അവർ ആ വർക്കിൻ്റെ ഒക്കെ പുറകിലാണ്. അപ്പോൾ നല്ല പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സ് ആയിട്ട് വരാം, കോളേജിൽ നിന്ന് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞാൽ ഇവർ വേറെ ഗസ്റ്റിനൊന്നും എടുക്കില്ല. അപ്പോൾ കുറേ ആളുകൾക്ക് ഒരുമിച്ച് വരികയാണെങ്കിൽ വേറെ എടുക്കില്ലല്ലോ, ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല പ്രൈവസി കാര്യങ്ങൾ കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടും. ഒരു 100 ആൾ. അപ്പോൾ അതേപോലെ ഇന്ന് 70-80 ആളുണ്ട് ഇനി ഇവിടെ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ തന്നെയാണ് പ്രോപ്പർട്ടിയിൽ, വേറെ പുറത്തുനിന്ന് ആളുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈവസി കാര്യങ്ങൾ കിട്ടും. എല്ലാ പ്രോഗ്രാംസ് നമ്മൾ കരുതിയ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും, എല്ലാത്തിനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അല്ലേ, ഡിവൈൽഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് മെസ്സേജും വരാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഹൈക്കിൻസ് ത്രൂ ആണെങ്കിൽ അങ്ങനെ വരാൻ നബീലാണ് ഹൈക്കിൻസ് ഫുള്ള് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് താങ്ക്സ് പറയാണ് ചെയ്തെന്ന എല്ലാ കാര്യങ്ങൾക്കും. അതെ ഹൃദയം കൊടുക്കുക. എല്ലാവരും 5 ഫ്രണ്ട്സിന് വീതം ഈ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആള്. അല്ലല്ല, ഇത് നമ്മുടെ ക്യാമ്പിന്റെ ഈ ക്യാമ്പ് പ്രോപ്പർട്ടിന്റെ ഓണർ തന്നെയുണ്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞു, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങളും തിരിച്ച് ഹാപ്പിയാണ് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്നാൽ നമ്മളെ വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി പുതിയൊരു വ്ളോഗുമായിട്ട് സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും വരും. ഓക്കെ, ബൈ.